ഞാനിതൊരു തമാശയായിട്ട് കാണുന്നു. കാരണം ഇതിനകത്ത് തന്ത്രിയുടെ ആധ്യാത്മികത വട്ടപൂജയാണ്. ദാറ്റ്സ് ഗോൺ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, തന്ത്രസമുച്ചയം വലിയ അടിസ്ഥാന ഗ്രന്ഥമാണല്ലോ. തന്ത്രസമുച്ചയത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരുലക്ഷണം പറയുന്നുണ്ട്. തന്ത്രിയുടെ യോഗ്യതയെപ്പറ്റി അതിൽ പറയുന്നുണ്ട്. അതിലെ യോഗ്യതയുള്ള എത്ര തന്ത്രിമാരുണ്ട് കേരളത്തിൽ? അപൂർവം കാണും കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ആൾക്കാരില്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല. ഉണ്ടാവും. അവരെ ആർക്കും അറിയില്ല. അവർക്ക് ടി വിക്കാർക്കും അറിയില്ല, ഭക്തന്മാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ഈ തന്ത്രി ഇദ്ദേഹം അറസ്റ്റിലായ ദിവസം അദ്ദേഹം പറയണമായിരുന്നു, ഞാൻ തന്ത്രം ഒഴിയുന്നു, മതി, ഇനി ഈ ജന്മം എനിക്ക് ഒരു സ്ഥലത്തും തന്ത്രം വേണ്ട, ഞാൻ അശുദ്ധനായി, കാരാഗ്രഹത്തിലായി, ഫിനിഷ്, എനിക്കിനി വേണ്ട. നമ്പർ 2, നിങ്ങളുടെ ആധ്യാത്മികതയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എനിക്ക് ജാമ്യം വേണ്ട, ഞാൻ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നില്ല, കോടതി വിടുമ്പോൾ വിട്ടോട്ടെ. കേരളം മൊത്തം എണീറ്റ് നിന്ന് കൈയടിക്കും തന്ത്രിക്ക് ആ ആധ്യാത്മികതയുടെ മുമ്പിൽ. പക്ഷേ അത് പറയണമെങ്കിൽ അത്ര ആധ്യാത്മിക ശക്തി ഉള്ളിൽ വേണം. അതുണ്ടോ ഇദ്ദേഹത്തിന്? ഉണ്ടെങ്കിൽ ഫൈൻ. പക്ഷേ ഇതുവരെ അത് ഉണ്ട് എന്ന് പ്രവൃത്തിയിലോ പറച്ചിലോ തെളിഞ്ഞിട്ടില്ല. അതാണ് ഇതിൻ്റെ ദുഃഖകരമായ ആ ഒരു വശം.